അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് രാത്രി ഫൈസലിൻ്റെ മുകളിലുള്ള റൂമിൽ നിന്ന് എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നു. ഉമ്മ കരുതി, പഠിച്ചോനെ, ഇവരിപ്പോഴും ഉറങ്ങിയിട്ടില്ലേ? എത്ര നേരമായത്? സമയം 12 മണിയായി തുടങ്ങി. ഇവനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം വൈകിയാണ് വരൽ. പണ്ട് എൻ്റെ നുസൈബുള്ളന്ന് എന്നും 12 മണിക്കും 1 മണിക്കൊക്കെ കയറി വന്ന് ശീലമായതല്ലേ. ഇപ്പം പിന്നെ ഇവളെ കൂടായതിൻ്റെ ശേഷം അത്ര കണ്ട് വൈകിയില്ലേനും. ഇപ്പതാ ഓൻ പിന്നെ നേരെ വൈകി തുടങ്ങിക്കണ്. എന്താന്നാവോ? മുകളിൽ നിന്ന് നല്ല ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. നവാസും പെണ്ണുങ്ങളും കുട്ടികളും ഓളോടക്ക് വിരുന്ന് വയ്ക്കണ്. അതുകൊണ്ട് പിന്നെ ഓൽക്ക് വല്ലാതെ ശല്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ പഠിച്ചവനെ എന്താണ് ഇങ്ങനെ ഒച്ചപ്പാട്? കണ്ടില്ലേ, മുകളിൽ നിന്ന് വെളിച്ചം കാണുന്നുണ്ട്. ലൈറ്റൊന്നും ഓഫാക്കിയിട്ടില്ല തോന്നുന്നുണ്ട്. ഫൈസലിൻ്റെ മുറിയിൽ ഷാനിയും ഫൈസലും ഓരോ തർക്കങ്ങളിലാണ്. അധിക സമയവും ഇപ്പോൾ നേരം വൈകിയാണ് ഫൈസൽ വരാറുള്ളത്. അതിനെക്കുറിച്ച് ഷാനി ചോദിക്കുകയാണ്. ഫൈസൽ, നുസൈബയെ പൊട്ടിയാക്കിയ പോലെ എന്നെ പൊട്ടിയാക്കാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നീ എൻ്റെ കണ്ണിൽ പൊടിയിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സത്യം പറ, എങ്ങോട്ടാണ് പോയത്? അതെ, നിന്റെ ആദ്യത്തെ ഭാര്യ മിണ്ടാതിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ ഷാനി മിണ്ടാതിരിക്കൂല കേട്ടോ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഓഹോ, എന്നെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരാളോ? ഫൈസൽ ദേഷ്യത്തോട് ചോദിച്ചു. എന്താ, നിങ്ങൾ എന്നെ വിവാഹം കഴിച്ച ആളല്ലേ, എനിക്കെന്താ നിങ്ങളോട് ചോദിക്കാൻ അധികാരമല്ലേ? നല്ല കളിയാണ്. ഇപ്പോൾ കളിച്ച് കളിച്ച് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, മനസ്സിലാക്കിക്കോ. അല്ല ഫൈസൽ, ഇത്ര സമയം എവിടെയായിരുന്നു? ഞാൻ എത്ര സമയമായി ഇവിടെ കാത്തു നിൽക്കുന്നു? സമയം 12 മണി കഴിഞ്ഞു. ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങോട്ടൊക്കെ പോകും? അതൊക്കെ നീ ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഫൈസൽ, ഞാൻ ചോദിക്കുന്നതിന് നിനക്കെന്താ ഇത്ര പേടി? അതെ, ഞാൻ നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നിൻ്റെ ഫോണൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതെ, എൻ്റെ ഫോണെങ്ങാനും തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിവരം അറിയും. നീ എത്രമാത്രം ലോക്ക് മാറ്റിയാലും എന്തൊക്കെ ചെയ്താലും ഞാനത് കണ്ടുപിടിക്കും. എനിക്കറിയാം, നീ പലപ്പോഴായിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് ലോക്ക് മാറ്റുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അത് നീ മാറ്റും. പിന്നെ ശരിയാണ്, നീ നല്ല വിളവനാണ്. നീ നിൻ്റെ ഫിംഗർ പ്രിൻ്റ് അല്ലേ ലോക്കാക്കി ഇട്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഉറങ്ങണ സമയം ഉണ്ടാവുമല്ലോ, രാവിലെയൊക്കെ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങണ സമയം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ ഓക്കെ ആയില്ലേ? നീ എങ്ങാനും എൻ്റെ ഫോണിന് തൊട്ടിട്ടുണ്ടെങ്കിൽ അതിലങ്ങനെ പല രഹസ്യങ്ങളും ഉണ്ടാകും. അത് ചോർത്താനെങ്ങാനും നീ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തരാം. ഷാനിയോട് ദേഷ്യപ്പെട്ട് അവൻ കൈയൊങ്ങുകയാണ്. ദേ, എൻ്റെ ശരീരത്തിൽ തൊട്ടു പോവരുത്. ഷാനിക്ക് മനസ്സിലായി, ഇല്ല, ഫൈസലിന് മറ്റേതോ ഒരു ബന്ധമുണ്ട് ഞാനറിയാതെ. സത്യമായിട്ടും അതവൾക്ക് ശരിക്കും മനസ്സിലായി. പിന്നീട് അവൾ കരുതി, ഹോ, ഒരു കാലത്ത് നുസൈബിയായിരുന്നു ഇതനുഭവിച്ച ആ ഹതഭാഗ്യ. ഇപ്പോഴിതാ ഞാനാണ്. എന്നാലും ആ ഫാൻസിയിലെ പെണ്ണുമായിട്ടാണ് എനിക്ക് കൂടുതൽ ഡൗട്ട്. അതെ, അത് എൻ്റെ ഇക്കയുടെ ആ ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും കുറച്ച് കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ ഫൈസൽ വിടില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ പെണ്ണ് ഞാൻ കാണിച്ചു കൊടുക്കാം. അന്ന് ഫൈസലും ഷാനിയും ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. ഉമ്മാക്കൊരു സുഖവുമില്ല താഴെ കിടന്നിട്ട്. പഠിച്ചോനെ, ഈ മക്കള് ഷാമോൻ അവിടെ കിടന്ന് ഉറങ്ങിയിരിക്കണം, അവനൊന്നും അറിയണില്ല. ഇനി പോനെങ്ങാനും എണീറ്റ് വന്നാലോ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഷാമോൻ എണീറ്റിരിക്കുന്നു. ഉമ്മ, എന്താ മുകളിൽ നിന്ന് ഇത്ര ബഹളം? മോനെ, അതെന്നും ഉണ്ടാകണല്ലേ. അല്ലമ്മ, എന്താ പ്രശ്നം? ഒന്ന് ചോദിച്ചു നോക്കട്ടെ. മോനെ, നീ അതിലിടപെടേണ്ട. അവർ ഭാര്യയും ഭർത്താവാണ്. അവരങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിലേ നീ പോയി ഇടപെട്ടാലേ എന്തിനാടാ നീ എൻ്റെ കാര്യം ആലോചിക്കുന്നത് എന്ന് ചോദിക്കും. അതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ മറ്റേ കാര്യത്തെക്കുറിച്ച്. അന്നത്തോടെ പൂതി കെട്ടു. അവൻ്റെ വാലിരിക്കണൊക്കെ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പൊന്നു മോൻ ഷമ്മാസ്, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, ആലോചിക്കണ്ട. മോൻ പോയി കിടന്നോ. ഉമ്മ, സമാധാനത്തോടെ കിടക്കാൻ കഴിയണില്ല. അത് ഷാനിത്തയുടെ സൗണ്ടും കേൾക്കുന്നുണ്ട്, ഫൈസൽക്കയുടെയും കേൾക്കുന്നുണ്ട്. അത് നമ്മൾ മാത്രമല്ലല്ലോ, ഇവിടെ പുറത്ത് അയൽവാസികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓർക്കൊക്കെ അത് ബുദ്ധിമുട്ടായി മാറൂലേ.
അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ശീലേക്കണ്. ഇനി നാളെ ഒന്ന് ഫൈസലിനോടൊന്ന് പറഞ്ഞു നോക്കണം. ഒരുപാട് നേരത്തെ ആ ഒരു ശബ്ദത്തിന് ശേഷം അത് പിന്നെ പതുക്കെ അങ്ങ് കെട്ടടങ്ങുകയായിരുന്നു. പക്ഷേ ഷാനി വിളവത്തിയായിരുന്നു. അവൾ വിചാരിച്ചു, ഫൈസൽ ഉറങ്ങട്ടെ, അവൻ്റെ എല്ലാ ചരിത്രങ്ങളും കണ്ടുപിടിക്കണം, അത് എൻ്റെ ഒരു അവകാശമാണ്. അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഒരാളെ അങ്ങനെ ചെയ്തു, പക്ഷേ ഇനിയും അവൻ്റെ ആ ഒരു ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. ഷാനി ഉള്ളിടത്തോളം കാലം അതിന് ഇവൾ വിട്ടുകൊടുക്കില്ല. ഷാനി അന്നങ്ങനെ കിടന്നുറങ്ങുന്ന പോലെ അഭിനയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫൈസൽ അതാ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. ഷാനിക്ക് ഉറക്കം വന്നില്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. എന്തൊക്കെ തന്നെയായാലും അവൻ പെട്ടെന്നൊന്നും ഉണരില്ല. കാരണം ഈ ടൈമിനല്ലേ വന്ന് കയറിയത്. എന്തൊക്കെ മോന്തിയിട്ടുണ്ടോ എന്തൊക്കെ ആർക്കറിയാം. നല്ല ക്ഷീണം കാണും. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഫൈസൽ നല്ല രീതിയിൽ ഉറങ്ങുകയാണ്. ഷാനി ഒരു നിമിഷം അവൻ്റെ ഫോണെടുത്ത് അവൻ്റെ കൈ മെല്ലെ പിടിച്ചു. പെട്ടെന്ന് ഫൈസൽ ഞെട്ടി ഉണർന്ന് തിരിഞ്ഞു കിടന്നു. ഹൗ എന്ന് പറഞ്ഞ് ഷാനി പേടിച്ച് അറിയാത്ത പോലെ കിടന്നു. ഒന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൽ അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ ഫൈസൽ ഉറക്കത്തിലേക്ക് വഴുതി വീണിട്ടേ ഉള്ളൂ. അത് കുറച്ചുകൂടെ കഴിയട്ടെ. അതുവരെ ഞാൻ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. ഷാനിക്ക് ആ രാത്രി ഉറക്കം വന്നില്ല. ഫൈസലിനോട് ദേഷ്യവും ഈർഷ്യയും ഒരുമിച്ച് വന്ന് ഫൈസലിനെ ചങ്ക് പിടിച്ചാലോ എന്നുവരെ ഇതാ ഷാനി ആലോചിക്കുകയാണ്. വേണ്ടില്ലായിരുന്നു ഇവൻ്റെ കൂടെയുള്ള ആ പെണ്ണ്. സഹിച്ചു ഒരുപാട്. പക്ഷേ എനിക്ക് അതിനേക്കാളും വലിയ ശിക്ഷയാണ് കിട്ടുന്നത്. എനിക്കായിട്ട് തരുന്നത് തന്നെയായിരിക്കും ഈ ശിക്ഷ. കാരണം ഞാൻ ഒരു ഭാര്യയുള്ള അവൻ്റെ കൂടെ ഇറങ്ങി പോകുന്നില്ലേ, അപ്പോൾ എനിക്കും ആ ഒരു ശിക്ഷ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അതെനിക്ക് ഉറപ്പുണ്ട്. അതിൻ്റേതാ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഇതിനും വലുത് ഞാൻ അനുഭവിക്കുവാൻ വേണ്ടി പോകും. അതെനിക്ക് ഉറപ്പുണ്ട്. ഒരു പെണ്ണുള്ള ഭർത്താവിനെ ഒരിക്കലും വഞ്ചിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതങ്ങ് പ്രവർത്തിച്ചു. ഇപ്പോഴിതാ അവൻ്റെ ഭാര്യ ഞാനായപ്പോൾ അവനക്കിപ്പോൾ വേറെ പെണ്ണുങ്ങളോട് താല്പര്യം. അത് നടക്കൂല ഒരിക്കലും. ഷാനി ഉള്ളപ്പോൾ അത് നടക്കൂല. ഷാനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഫൈസലിനെ എങ്ങനെയെങ്കിലും വകവരുത്തണം. അവൻ്റെ ഈ സ്വഭാവം ഒന്ന് നിർത്തണം. ഇനി ജീവിതകാലം മുഴുവൻ അവൻ എൻ്റേത് മാത്രമാവണം. അതാണ് എൻ്റെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ ഇവിടെയുള്ള സ്വത്തും സമ്പത്തുമെല്ലാം എനിക്കും അതിൻ്റെ ഒരു ഭാഗം ലഭിക്കുകയുള്ളൂ. അല്ലാതെ മറ്റൊരു പെണ്ണെങ്ങാനും ജീവിതത്തിലേക്ക് കയറി വന്നാൽ ഇല്ല, അത് ഞാൻ സമ്മതിക്കൂല. ഒരാളെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടു, നുസൈബയെ. അതെൻ്റെ നിർബന്ധത്തിന് വഴങ്ങി. അന്ന് ഞാൻ സ്നേഹം വല്ലാതെ നടിച്ചു. അതേ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഫൈസൽക്കയല്ലേ. എന്തിനാണ് രണ്ട് ഭാര്യമാർ? സ്നേഹം ഒരുമിച്ച് അങ്ങനെ തരാൻ അവൾക്ക് കഴിയില്ല. ഞാനുണ്ടല്ലോ ഫൈസലിനെ സ്നേഹിക്കാനും എല്ലാത്തിനും. പിന്നെന്തിനാണ് അവളങ്ങ് ഒഴിവാക്കിയേക്ക്. നമുക്ക് നല്ല സുഖമായി ജീവിക്കാലോ. നമ്മുടെ ജീവിതത്തിൽ ഒരാളും കടന്നു വരരുത് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് സോപ്പിട്ടു. അങ്ങനെ അവൻ്റെ ആ ഹൃദയം ഞാൻ കയ്യിലെടുത്തു. അതങ്ങ് നൈസായിട്ട് ഒഴിവായിപ്പോയി. ഹോ, എൻ്റെ ഒരു ബുദ്ധി! അതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. നുസൈബയെ ഒഴിവാക്കുന്ന കാര്യത്തിൽ അതിൽ മുൻകൈ എടുത്തതും ഞാൻ മാത്രമാണ്. ഒരിക്കലും ഫൈസൽ അവൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. അതെ, ഇനിയിപ്പോൾ ആ ഭാഗം അങ്ങോട്ട് ക്ലിയറായി. ഇനിതാ അടുത്തത് ആരാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണണം. ആരാണവളെന്ന് അവളെ പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരും. ഫൈസലിന് ഒരു ഭയവുമില്ല ആ കാര്യത്തിൽ. ഏത് പെണ്ണിനെ കണ്ടാലും അവൻ കെട്ടിക്കൂട്ടി കൊണ്ടുവരും, അതുറപ്പാണ്. എന്നെ വരെ ഇങ്ങോട്ട് എത്തിച്ചില്ലേ, അതിനപ്പുറമുണ്ടോ? ഫാൻസിയിലെ പെണ്ണ് അത്യാവശ്യം സുന്ദരിയൊക്കെ തന്നെയാണ്. ഇഷ്ടം പോലെ മുടിയും കാട്ടി നടക്കും. ആ പെണ്ണ് ഫൈസലിനെ കാണുമ്പോൾ കുറച്ച് ഇളക്കം കൂടുതലാണ്, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അതിന് സമ്മതിക്കില്ല ഞാൻ. ആ പെണ്ണിൻ്റെ ഭർത്താവ് എന്തോ ഉപേക്ഷിച്ച് പോയതോ ഒരു കുട്ടി എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഫൈസൽ അവളോടാണ് കൂടുതൽ. ഷാനി ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. ഫൈസൽ നല്ല ഉറക്കത്തിലാണ്.
അവൾ ഫോണ് പതുക്കെ എടുത്തു. ഫൈസലിൻ്റെ മുഖത്ത് മെല്ലെ കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ചു. ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. ഫൈസൽ നല്ല ഉറക്കമാണ്. ആ ഫോൺ എടുത്തുകൊണ്ട് ഫൈസലിൻ്റെ കൈ അറിയാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവൾ ആ കൃത്യം ആ സെൻറ്ററിൽ അവൻ്റെ കൈവിരൽ വെച്ചു. അതാ ഓപ്പണായി ഫോൺ. ഹോ, ആശ്വാസമായി. ഇയാളെങ്ങാനും ഉണരാഞ്ഞാൽ മതിയായിരുന്നു. ഇനി വല്ല മയക്കുഗുളികയും കലക്കി കൊടുത്തിരുന്നെങ്കിൽ നേരെ വെളുത്തിട്ട് എണീക്കുള്ളൂ. ഇപ്പോൾ ഇത് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ആ കൂരിരുട്ടിൽ ഷാനിയത അവൻ്റെ ആ ഫോൺ ഓപ്പൺ ചെയ്തു. ആ ഒരു ഫോണിൻ്റെ വെളിച്ചം അവളുടെ മുഖത്തേക്ക് അടിച്ചു. അതിൻ്റെ ഫ്ലാഷ് പറ്റിയങ്ങ് കുറച്ച് വെച്ചു. ഒരു പക്ഷേ അവനെങ്ങാനും ഉണർന്നാൽ എൻ്റെ മുഖം നോക്കി അടിക്കും, അതുറപ്പാണ്. അവൻ്റെ സ്വഭാവ രീതി അതാണ്, അതുറപ്പാണ്. തൽക്കാലം ഷാനി കട്ടിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കിടന്നു. ഇനി വല്ലാതെ ആ ഫ്ലാഷ്, ആ ലൈറ്റ് അടിക്കൂല. ഷാനി അവിടെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് അതാ ആ ഫോൺ ചെക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ അവൾ നോക്കിയത് വാട്സപ്പാണ്. നോക്കിയപ്പോൾ അതിനുമുണ്ട് ലോക്ക്. നശിച്ചു. വീണ്ടും അവൾ എണീറ്റു. ഇതിലും ഫൈസലിൻ്റെ ഫിംഗർ ലോക്ക് തന്നെയായിരിക്കും. ഒരു നിമിഷം ആ ഫൈസലിൻ്റെ കൈ അവൾ എടുക്കുവാൻ വേണ്ടി ഒരുങ്ങി. AC ഇട്ട റൂമായതുകൊണ്ട് തന്നെ അത് നല്ല തണുപ്പും ഉണ്ടായതുകൊണ്ട് ഫൈസൽ നല്ല രീതിയിൽ മൂടിപ്പുതച്ച് കിടന്നിരുന്നു. എല്ലാം നശിപ്പിച്ച് അവൻ ആ കൈകൾ ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? പുതപ്പ് മെല്ലെ എടുത്ത് മാറ്റിയാലോ? ഷാനി തന്ത്രപൂർവ്വം അതിനുവേണ്ടി ശ്രമിക്കുന്നു. പതുക്കെ പതുക്കെ അവൾ അതെടുക്കുന്നു. ഒരു പക്ഷേ ഇതിലെങ്ങാനും ഉണർന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. മാത്രമല്ല അവൻ വേണമെങ്കിൽ എന്നെ തെരുവിലൂടെ വലിച്ചിഴക്കും. അത്രയ്ക്ക് ദേഷ്യമാണ് അവനക്ക്. എന്തൊക്കെ തന്നെയായാലും അത് കണ്ടുപിടിച്ചേ മതിയാവും. അവളത് പിന്നെയും പുതപ്പ് മാറ്റി മെല്ലെ ഫൈസലിൻ്റെ കൈ ആ ഒരു വാട്സപ്പിൻ്റെ ലോക്കിൽ അവിടെ പ്രസ് ചെയ്യുന്നു. ആശ്വാസമായി. അവൾ താഴേക്ക് പെട്ടെന്ന് തന്നെ മെല്ലെ ഇറങ്ങിക്കിടന്നു. വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അതാ ഒരുപാട് മെസ്സേജുകൾ വന്നു നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ. അതിൽ എഴുതിയിരിക്കുന്നു ഫാൻസി. ഓഹോ, അപ്പോൾ പേര് ഫാൻസി എന്നാക്കിയിട്ടിരിക്കുന്നു. ഫാൻസി ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന പെണ്ണിൻ്റെ പേരായതുകൊണ്ടായിരിക്കും ഫാൻസി എന്നെഴുതിയത്. അതല്ലെങ്കിൽ വേറെ വല്ല ആണുങ്ങളെ പേരായിരിക്കും ഇടുക. പക്ഷേ ഇതിങ്ങനെയാണ്. പ്രൊഫൈല് അവളുടേത് തന്നെ. അവളുടെ നൃത്തം കണ്ടില്ലേ? മുടിയൊക്കെ അഴിച്ചിട്ട് വല്ലാത്തൊരു നോട്ടത്തോടെ നല്ല ചുവന്ന ചുരിദാറൊക്കെ ഇട്ട് ഭയങ്കര ഫാഷൻ. എന്നെ കടത്തി വെട്ടിയല്ലോ അവളുടെ ഫാഷൻ. അല്ലെങ്കിലും അവനക്ക് ഒന്ന് കണ്ടാൽ അതല്ല ഇഷ്ടം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഏത് പെണ്ണുങ്ങളാണ് നല്ല ഭംഗിയുള്ളത്, ഗ്ലാമറുള്ളത്, അത് നോക്കി അവനെടുക്കും. അതുറപ്പാണ്. അവരുടെ ആ വാട്സപ്പ് ചാറ്റ് അത് അവൾ വായിക്കുന്നു. ഫൈസൽക്ക, എന്താ മുത്തേ? ഫൈസൽക്കാക്ക് എന്നെ ശരിക്കും ഇഷ്ടമുണ്ടോ? സത്യമായിട്ടും എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചതാണ്. പിന്നെ എൻ്റെ കൂടെ ഒരു മോനുണ്ടല്ലോ, അവനുണ്ട്. അതല്ല, അപ്പോൾ ഫൈസൽക്കാക്ക് എൻ്റെ മോനുണ്ടാവുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? അതിൽ ഫൈസലിൻ്റെ മറുപടി ഇങ്ങനെയാണ്. എന്തിനാടി? മോനെ വല്ല സ്കൂളിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവിടാലോ. എങ്കിലും നീ മതി എനിക്ക് നിന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മുഖമാണ് നിൻ്റേത്. അതെ, അതിനനുസരിച്ചുള്ള വടിവൊത്ത ശരീരവും ആ ഭംഗിയുള്ള മുടിയും എല്ലാം എൻ്റെ മനസ്സിലെ വല്ലാതെ അങ്ങ് ആകർഷിച്ചിരിക്കുന്നു. ഒന്ന് പോ ഫൈസൽക്ക, എന്നെ കളിപ്പിക്കാതെ. അങ്ങനെയൊന്നുമില്ല. എന്നേക്കാളും എത്രയോ ഗ്ലാമറുള്ള പെൺകുട്ടികളെയൊക്കെ ഫൈസൽക്ക കണ്ടിട്ടുണ്ടാവില്ലേ? ഫൈസൽക്ക, എന്നെ കളിയാക്കല്ലേ കേട്ടോ. ഞാൻ അത്രയൊന്നും ഗ്ലാമറൊന്നുമില്ല. അതിൽ ഫൈസലിൻ്റെ മറുപടി ഇങ്ങനെ. ആര് പറഞ്ഞു? നിന്നെപ്പോൾ ഒരു പെണ്ണിനെ ദുനിയാവിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രക്കും സൗന്ദര്യമുണ്ടടി നിനക്ക്. നിന്നെ ഞാൻ സ്വന്തമാക്കും. നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുപോകും എൻ്റെ വീട്ടിലേക്ക്. നോക്കിക്കോ. അതെല്ലാം വായിച്ചപ്പോൾ ഷാനി ഞെട്ടിപ്പോയി. അതെ, എന്നോട് പറഞ്ഞ അതേ ഡയലോഗുകൾ. വീണ്ടും അടുത്ത മെസ്സേജ്. ഫൈസൽക്ക,
എന്നെ എപ്പോഴും ഓർക്കാറുണ്ടോ? ഉം? പിന്നെ പെണ്ണേ, നിന്നെ ഓർക്കാത്തൊരു ദിവസം എന്നിലില്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഊണിലും ഉറക്കലുമെല്ലാം നീ മാത്രമാണ്. അല്ല ഫൈസൽക്ക, അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ എന്നെ കെട്ടിക്കൊണ്ട് പോകുമെന്ന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഭാര്യയുണ്ടല്ലോ, അവൾ എന്ത് ചെയ്യും? മോളെ, അവിടെയൊക്കെ അതൊന്നും നീ ഒരു വിഷയമാക്കുകയേ വേണ്ട. അതൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് പോയിക്കോളും. ഷാനി വീണ്ടും ഞെട്ടിപ്പോയി. ചതിയൻ, ചതിയനായ ഫൈസൽ, വഞ്ചക എന്ന് പറഞ്ഞ് അതാ ഷാനി അവൻ്റെ നേർക്കെടുക്കുന്നു. വേണ്ട, ആയിട്ടില്ല. ഇനിയും അവരുടെ പ്ലാനിങ് എന്താണെന്നറിയണം. അവൾ വീണ്ടും അതാ ഫോണിലേക്ക് നോക്കി. അതാ അടുത്ത മെസ്സേജ്. മുത്തേ, എന്നെ ശരിക്കും കെട്ടിക്കൊണ്ട് പോകുമോ? അവൾ ചോദിക്കുന്നു കേട്ടില്ലേ? തീർച്ചയായും പൊന്നെ, എൻ്റെ മനസ്സിൽ നിനക്ക് വേണ്ടി ഞാനൊരു കൊട്ടാരം പണിതിട്ടുണ്ട്. ആ കൊട്ടാരത്തിൽ നിന്നെ ഞാൻ എൻ്റെ റാണിയായി വാഴിക്കും. പിന്നെ എനിക്കുള്ളതെല്ലാം നിനക്കല്ലേ. നിൻ്റെ ആ മനോഹരമായ മുഖം അതെനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇക്കൂസേ, അതെ, പിന്നെ വൈഫ് ഇതൊക്കെ കാണുമോ? കണ്ട പ്രശ്നമാവോ? ഹേയ്, അവൾ എങ്ങനെ കാണാൻ? അതൊക്കെ നല്ല സെക്യൂർഡ് അല്ലേ, നല്ല ലോക്കാണ്. ഒരിക്കലും അവൾക്കത് ഓപ്പൺ ചെയ്യാൻ പോലും കഴിയില്ല. അതെവിടെ വെച്ചാലും അത് എൻ്റേത് മാത്രമാണ്. ഒരിക്കലും അവളിതൊന്നും കാണില്ല. കണ്ടാലും ഇപ്പം എന്താ, എനിക്കൊരു വിഷയമേ അല്ല. എനിക്കെൻ്റെ റാണിയുണ്ടല്ലോ എൻ്റെ കൂടെ. ഷാനിക്ക് ദേഷ്യം തിളച്ചു മറിയുവാൻ തുടങ്ങി. ഒറ്റ വെട്ടിന് അവനെ ഇല്ലാതാക്കിയാലോ എന്ന് വരെ ഷാന് വിചാരിച്ചു. പാടില്ല, അവനങ്ങനെ മരിക്കാൻ പാടില്ല. ഇഞ്ചിഞ്ചായി മരിക്കണം അവന്, അതാണ് വേണ്ടത്. അടുത്ത മെസ്സേജ് നോക്കിയപ്പോഴും അവളാകെ തളർന്നു പോയി. ഇക്കൂസേ, നിന്നെ കാണുന്നില്ലല്ലോ. ഒരുപാട് ടൈമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. എത്ര സമയമായി, എന്താ വരാത്തത്? ദാ വരുന്നു. ഷോപ്പിൽ നിന്ന് ആ ഒരു സാലറിയും കാര്യങ്ങളൊക്കെ അവർക്കുള്ളത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്പം വൈകിപ്പോയി. നീ കിടന്നോ, ഞാനിതാ വരുന്നു. വിളിച്ചാൽ ഫോൺ എടുക്കണേ. അതുകൂടി കേട്ടപ്പോൾ ഷാനി ശരിക്കും ഉറപ്പിച്ചു, ഇല്ല, അവർ വളരെയധികം അടുത്ത ബന്ധത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്നെ അവനക്ക് വേണ്ട. അവനെന്നെ വൈകാതെ ഇവിടുന്ന് പുറന്തള്ളും. പക്ഷേ അങ്ങനെ ഞാൻ പോകില്ല. പോകാൻ വരട്ടെ. ഒരിക്കലും അവളെ ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല. ആ ബന്ധം അവിടെ വെച്ചങ്ങ് മുറിച്ച് കളയണം. ഫൈസൽ അറിയാതെ അവളുടെ അടുക്കിലേക്ക് പോകണം. ഷാനി ആ ഗ്യാലറിയെല്ലാം ഓപ്പൺ ചെയ്തു. അവരുടെ ഒരുപാട് ഫോട്ടോസാണ് ആ ഒരു ഗ്യാലറി നിറയെ. വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ എപ്പോഴോ ഉള്ള 1-2 ഫോട്ടോസ് മാത്രം, അതും ഗ്യാലറിയിൽ വളരെയധികം താഴെ. ആദ്യമൊക്കെ അവനക്ക് ഫോട്ടോ എടുക്കാൻ വലിയ താല്പര്യമായിരുന്നു എൻ്റെ കൂടെ. പക്ഷേ ഇപ്പോൾ ഒരു വട്ടം പോലും എൻ്റെ കൂടെ ഒരു ഫോട്ടോക്ക് നിൽക്കില്ല. എവിടെ പോയാലും ഫോട്ടോക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് പറഞ്ഞങ്ങ് തള്ളി മാറ്റും. പക്ഷേ കണ്ടില്ലേ, അവളുടെ കൂടെ ഒരുപാട് ഫോട്ടോസ്, അവളുടെ ഓരോ ഐറ്റംസ് ഡ്രസ്സിട്ട ഫോട്ടോസ്. അയ്യേ, ഇതെല്ലാം അവൻ വാങ്ങിക്കൊടുത്തത് തന്നെയായിരിക്കും. അല്ലാതെ ഇത്രയും വിലപിടിപ്പുള്ള ഇത്രയും മോഡേണുള്ള ഡ്രസ്സ് അവൾ ധരിക്കില്ല. കണ്ടില്ലേ, അവൻ എന്നോട് അന്ന് ധരിക്കാൻ പറഞ്ഞ അതേ മോഡലുള്ള അതേ ഫാഷൻ ഡ്രസ്സുകളാണ് അവൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഉറപ്പാണ് അത് അവൻ എടുത്തു കൊടുത്തത് തന്നെ. ഷാനിക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വരുന്നു. മറ്റൊരു ഫോട്ടോ കണ്ട് അവൾ ഞെട്ടിപ്പോയി. അതാ അവളുടെ മടിയിൽ തല വെച്ചുകൊണ്ട് എൻ്റെ ഫൈസൽ കിടക്കുന്നു. അത് കണ്ടപ്പോൾ അവൾക്കൊട്ടും സഹിച്ചില്ല. ഇല്ല, ആ ഫോണെടുത്ത് അവളൊരൊറ്റയേറ്. ശബ്ദം കേട്ട് ഫൈസലത ഞെട്ടി ഉണരുന്നു. എന്താ ഒരു ശബ്ദം കേട്ടത്? എടാ ചതിയാ, നീ എന്നെ ചതിച്ചുലേ? എന്താ നീ പറയുന്നത് ഷാനി? മനുഷ്യനെ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കോ? ഒന്ന് പോയി തരുമോ? അതേ, നിങ്ങളെ ഫോണേ അതാ 2 കഷ്ണമായി അവിടെ കിടക്കുന്നു. അതെ, എന്തിനാണ് എറിഞ്ഞതെന്ന് ഫൈസലിന് മനസ്സിലായോ? നീ ഒന്ന് പോടി ചിലക്കാതെ. ഫൈസലിന് അതൊരു വിഷയമേ അല്ലായിരുന്നു. ദേ, ഹലോ, പിന്നെ എനിക്കും ചിലത് പറയാനുണ്ട്. പിന്നെ നീ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ആ രഹസ്യങ്ങളെല്ലാം ഇതാ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്ത് രഹസ്യം? അതെ,
ആ ഷബാനയോട് നിങ്ങൾക്കുള്ളൊരു ബന്ധമുണ്ടല്ലോ, ഫാൻസിയിലെ പെണ്ണിനോട്, അത് ഞാൻ അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? അതെല്ലാം ഞാൻ കണ്ടു. അതെ, നിങ്ങളുടെ ചാറ്റിങ്ങും നിങ്ങളുടെ കോളും നിങ്ങളുടെ ഫോട്ടോസും എല്ലാം ഞാൻ കണ്ടു. വെറുതെയല്ല ഇപ്പോൾ ഇങ്ങനെ നേരം വൈകി വരുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. ഷാനി ഫൈസലിൻ്റെ നേരേക്ക് അടുക്കുന്നു. ഷാനി, വിട്ടു നിൽക്ക്. എന്താ നിനക്ക് വേണ്ടത്? നിങ്ങൾ എന്നെ ചതിച്ചു, അത് തന്നെ. ഞാൻ നിൻ്റെ കൂടെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നു, ഫൈസലിൻ്റെ കൂടെ. ഇപ്പോൾ നീ എന്നെയും ചതിച്ചില്ലേ? എടാ വഞ്ചക, നിൻ്റെ പണി ഇത് തന്നെയാണല്ലേ? പെണ്ണുങ്ങളെ ആദ്യം പാവം ആ നുസൈബിയെ നീ ചതിച്ചു, എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോഴിതാ എന്നെ ഇവിടെ ആക്കി മറ്റൊരുത്തിയുടെ കൂടെ. നാണമില്ലല്ലോ ഫൈസൽ നിനക്ക്? ഷാനി, ബഹളം വെക്കരുത്, മിണ്ടരുത്. മിണ്ടരുതെന്ന് പറഞ്ഞാൽ മിണ്ടരുത്. എന്താ നീ എന്താ കരുതിയത്? ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ഞാൻ കെട്ടിപ്പിടിച്ചിരിക്കും എന്നായിരിക്കും നീ വിചാരിച്ചതല്ലേ? നുസൈബയെ പെട്ടെന്ന് ഒഴിവാക്കാനും ഡൈവേഴ്സ് ചെയ്യാനൊക്കെ എന്തായിരുന്നു നിൻ്റെ തിരക്ക്? അതൊക്കെ പെട്ടെന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ നീ വിചാരിച്ചു നിനക്ക് സുഖമായി സ്വസ്ഥമായി ജീവിതം നയിക്കാമെന്നല്ലേ? ഹേയ്, ഫൈസൽ അത്രക്കാരനല്ലല്ലോ. ഫൈസലിന് എന്നും പുതുമകളാണ് ആവശ്യം. ഒരിക്കലും പഴമ ഫൈസൽ ഇഷ്ടപ്പെടുന്നില്ല. എന്നും പുതിയത്, അതാണ് എനിക്ക് ആഗ്രഹം. അത് ഇനിയൊരു പക്ഷേ ഇനിയും നീളും. അപ്പോൾ ആ ഷബാനയുമായുള്ള ബന്ധം അത് ശരിയാണല്ലേ? എന്താ, അവളെ ഞാനങ്ങ് കെട്ടിക്കൊണ്ടുവരും. ഷാനിക്ക് ദേഷ്യം പിടിച്ചു. അവൾ അവളോടുണ്ടായിരുന്ന ആ ഒരു ഗ്ലാസ് എടുത്ത് എറിഞ്ഞുടച്ചു. എടാ ദുഷ്ട ഫൈസൽ, ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും, നോക്കിക്കോ. നട്ടപ്പാതിരാക്ക് വീടിൻ്റെ മുകളിൽ നിന്നുള്ള ചില്ലിടുന്ന ശബ്ദമെല്ലാം കേട്ട് ഉമ്മ ഞെട്ടി ഉണർന്നു. ഷമ്മാസും, ഉമ്മ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരത്തെ ഒന്ന് അവസാനിച്ചതായിരുന്നു. ഞാൻ AC ഇട്ട് കിടന്നിട്ട് പോലും ആ റൂമിലേക്ക് വരെ വാതിലടച്ച് കിടന്നിട്ടും അങ്ങോട്ട് വരെ ആ ഒരു സൗണ്ട് കേൾക്കുന്നു. ഉമ്മ, ഞാനൊന്ന് പോയി നോക്കട്ടെ. മോനെ, ഈ ഒരു സമയത്തിൻ്റെ കുട്ടി കയറിപ്പോയാൽ ഒരു പക്ഷേ നിന്നെയും വെച്ചേക്കില്ല. എൻ്റെ കുട്ടി തൽക്കാലം പോവല്ലേ. പഠിച്ചോനെ, ഇവരെന്നാണ്ട് ഒഴിഞ്ഞു പോയെങ്കിൽ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. രണ്ടും തിരക്കൂടിക്കൊണ്ട് നട്ടപ്പാതിരാക്ക് ഓൻ കയറി വരൽ തുടങ്ങിക്കണിപ്പോൾ. ഓൻ്റെ പഴയ സ്വഭാവം വീണ്ടും. എന്തൊക്കെ കഴിഞ്ഞ് വരികയാണ് ആർക്കറിയാം? കുടുംബത്തിന് മാനം കെടുത്താൻ വേണ്ടിയിട്ട്, ബർക്കത്ത് കളയാൻ വേണ്ടിയിട്ട്. ഉമ്മ, ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. മോനെ, ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല മോനെ. അവർ ഭാര്യയും ഭർത്താവുമാണ്. പുറത്തിറങ്ങി വല്ല പ്രശ്നമാണെങ്കിൽ നമുക്ക് പിടിച്ചു വെക്കാം. അവരുടെ ബെഡ്റൂമിലുള്ള പ്രശ്നം നമ്മളെങ്ങനെ തീരുമാനിക്കാനാണ്? ഉമ്മാക്ക് സമാധാനമില്ല. ഷമ്മാസിനും ഫൈസലിൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചാലോ? ഫൈസലിൻ്റെ ഫോണിലേക്ക് അതാ ഉമ്മ വിളിക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്നു പോലുമില്ല. ഫോൺ സ്വിച്ച് ഓഫാണ്. അതെന്താ ഇക്കാൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകാൻ കാരണം? ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. 1.5 ലക്ഷം രൂപ വരെയുള്ള ആ ഒരു ഫോണ് എറിഞ്ഞുടിച്ച കാര്യം ഇവരൊന്നും അറിയുന്നില്ല. തീരെ സമാധാനമില്ലാത്ത അന്തരീക്ഷം. ഫൈസലും ഉമ്മയും ആകെ ടെൻഷനിൽ. ഉമ്മ, ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, പോയി നോക്കട്ടെ. കാരണം ഇക്കാക്കയല്ലേ. പിന്നെ ഫോണും സ്വിച്ച് ഓഫ്, സമാധാനമില്ല. ഫൈസൽ അതാ കോണി കയറി മുകളിലേക്ക് പോകുന്നു. അവൻ വാതിലിൽ മുട്ടുന്നു. ഇക്കാക്ക, ഇക്കാ, വാതിൽ തുറക്കൂ. അവർ വാതിൽ തുറന്നില്ല. എത്രയായിട്ടും അവർ അതിനുള്ളിൽ പല രീതിയിലുള്ള സംസാരങ്ങളും തെറിയും പറയുന്നുണ്ട്. അവൻ താഴേക്ക് തന്നെ ഇറങ്ങി വന്നു. ഉമ്മ, അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. പക്ഷെ വാതിൽ തുറന്നില്ല. ഞാൻ മുട്ടി നോക്കി. എന്താ പ്രശ്നം എന്നറിയാലോ? എന്നാൽ പിന്നെ എൻ്റെ മോന് അതിന് നിൽക്കണ്ട, അതവർ തീർത്തോളും. അത് വിഷയമില്ല. രണ്ടുപേരും സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് അവൻ പറയുന്നത്, നീ ശ്രദ്ധിച്ചോ? ഉമ്മ, ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അത് ശരിയല്ല, അത് പാടില്ല. അത് ഭാര്യയും ഭർത്താവും എന്നല്ല, ആര് തന്നെ രണ്ടുപേരും സംസാരിക്കുന്നത് നമ്മൾ ഒളിഞ്ഞ് കേൾക്കാൻ പാടില്ല. അവർ എന്തോ കാര്യപ്പെട്ട വിഷയം തന്നെയാണ് ഉമ്മ ചർച്ച ചെയ്യുന്നത്. ഷാനിച്ചയോട് ദേഷ്യം പിടിച്ച സൗണ്ടും
ഫൈസൽക്കയോട് ദേഷ്യം പിടിച്ച സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഇനി ഇൻഷാ അല്ലാ നേരം വെളുത്തിട്ട് നമുക്ക് നോക്കാം. അന്ന് ഷാനി പുലർച്ചെ തന്നെ അതാ ആ കോണിപ്പടിയിൽ വന്നിരിക്കുന്നു. ഉമ്മ നിസ്കരിക്കുവാൻ പോകുമ്പോൾ അത് കണ്ടു. അവൾ തേങ്ങി കരയുന്നുമുണ്ട്. അവൾ ഉമ്മ എന്ന് വിളിച്ച് കരയുന്നു. എന്താ ഷാനി, എന്താ ഈ സമയത്ത് പതിവില്ലല്ലോ? അവളുടെ കരച്ചിൽ കണ്ട് ഉമ്മ ദയയോടെ ചോദിച്ചു. എന്തായിരുന്നു അവിടെ ഇന്നലെ ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നല്ലോ. ഷാമോൻ അവിടെ വന്ന് നിങ്ങളെയൊക്കെ വിളിച്ചു നോക്കി. ഫൈസലിൻ്റെ ഫോണിലേക്ക് വിളിച്ചു, അതും സ്വിച്ച് ഓഫ്. എന്തായിരുന്നു? എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ? നമ്മുടെ ചുറ്റുഭാഗത്ത് എത്രയോ ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ. ഇതൊരു ദിവസം 2 ദിവസം അല്ലല്ലോ. എന്നും ഈ ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ നിങ്ങളിവിടെ ഇങ്ങനെ താമസിക്കുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും. അയൽവാസികളൊക്കെ നിങ്ങളുടെ ഈ ഒരു ഒച്ചപ്പാടും ബഹളവും കേട്ട് എങ്ങനെ അവരൊക്കെ ഉറങ്ങും? അവിടെ എന്നും അങ്ങനെയാണ് എന്ന് കരുതും. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? എന്നും ഇതൊരു ശീലമായിക്കണല്ലോ നിങ്ങൾക്ക്. ഉമ്മ അല്പം സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. ഫൈസൽ എവിടെ? ഫൈസൽ അവിടെയുണ്ട്. അല്ലെങ്കിലും ഫൈസലിനിപ്പോൾ എന്നെയൊന്നും ആവശ്യമില്ല. അതെന്താ? ഫൈസലിപ്പോൾ മറ്റു പെണ്ണുങ്ങളോടൊപ്പൊക്കെയാണ് എപ്പോഴാണ് കയറി വരല്. എന്നേറ്റ് യാതൊരു ബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല. അത് കേട്ടപ്പോൾ ഉമ്മയുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ശരിയാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ സങ്കടമുണ്ട്. എങ്കിലും നുസൈബയെക്കുറിച്ചാണ് ഉമ്മ ഓർത്തത്. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എൻ്റെ മരുമകൾ. അതെ, ഇവളാണല്ലോ അന്നൊക്കെ എൻ്റെ മോനെ വലയിലാക്കിയിരുന്നത്. എപ്പോഴും അവളുടെ അടുത്തേക്കായിരുന്നു ഇവൻ പോയിരുന്നത്. ഇപ്പോഴിതാ അവൻ മറ്റൊരു പെണ്ണിനായിട്ട് എന്തോ ഒരു ലോഗ്യമുണ്ട് തോന്നുന്നുണ്ട്. ഉമ്മാക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്ത് പറയാനേ? അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അങ്ങനെയൊക്കെ അങ്ങനെ ആയിപ്പോയി. ഉമ്മ വിചാരിച്ച്, പഠിച്ചോനെ ഇവരൊക്കെ അങ്ങോട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. എന്നാലും ഒരു ഹൈറും ബർക്കത്തൊക്കെ വീടിനുണ്ടാവുള്ളൂ. അല്ലാതെ നിസ്കാരമില്ല നിലവുമില്ല കണ്ട പെണ്ണുങ്ങളായിട്ട് നടക്കണേ മോനാണ്. ശരിയാണ്, പക്ഷേ എന്താ ചെയ്യുക? നൂഹ് നബിക്കൊരു മോനുണ്ടായിരുന്നല്ലോ. കപ്പലിൽ എത്ര കയറാൻ പറഞ്ഞിട്ടും കയറിയില്ല. ലാസ്റ്റ് പഠിച്ചോന്താ പറഞ്ഞത്? അങ്ങനെ ഒരു മോനില്ല എന്നാണ് വിചാരിക്കണം. അല്ലാതെ എന്താ ഇങ്ങനെ ചെറ്റത്തിലും കാണിക്കണേ? മക്കളെ എന്തിനു വെച്ചുകൊണ്ടിരിക്കുക? അങ്ങനെ ഒരു മോനില്ല. എനിക്കങ്ങനെ ഒരു മോനെ പിറന്നിട്ടില്ല എന്ന് വിചാരിക്കണം. അല്ലാതെ എത്ര ശരിയാക്കിയാലും ഇത് ശരിയാവില്ല എന്ന് വെച്ചാലോ? ഇത് വീണ്ടും വീണ്ടും വളഞ്ഞ വഴിയിൽ പോവാണ്. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യേ, എനിക്ക് നാണം വരുന്നു. ഉമ്മാക്ക് ഇതെല്ലാം മനസ്സിൽ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. മനസ്സിൽ ഇതെല്ലാം അങ്ങോട്ട് വെച്ചു. ഒരു പക്ഷേ അവളോടത് പറഞ്ഞാൽ നേരെ തിരിച്ച് അവരൊന്നായി വേറെന്തെങ്കിലും പറയും. പിന്നെ എൻ്റെ നേർക്കെടുക്കും. തൽക്കാലം ഉമ്മ അതൊന്നും പറഞ്ഞില്ല. എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു. ഷാനി അതാ വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്താണാവോ? ഷമ്മാസ് പള്ളിയിലേക്ക് പോകുന്നു. ഉമ്മ, ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ പിന്നെ അല്ലേ വേണ്ട, പള്ളിയിൽ ഞാൻ പോട്ടെ. ഷമ്മാസ് പള്ളിയിലേക്ക് പോയി. അവൻ നിസ്കാരമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോഴും ഉമ്മ മാത്രമായിരുന്നു അടുക്കളയിൽ. ഉമ്മ, എന്താ രാവിലെ ഷാനിത്തോടൊരു സംസാരം കേട്ടല്ലോ. ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് വന്നില്ല. ഞാൻ എണീറ്റിരുന്നു, പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ മോശമല്ലെന്ന് കരുതിയിട്ട് ഞാൻ വന്നില്ല. അതെ, അതെൻ്റെ ഏട്ടൻ്റെ പരാതി പറയാം, ഫൈസലിൻ്റെ പരാതി പറയേ. ഓന് മറ്റു പെണ്ണുങ്ങളോടാണ് ബന്ധം, നേരം വൈകിയാണ് വീട്ടിലേക്ക് വരുന്നത്, അങ്ങനെയൊക്കെ. ഞാൻ എന്ത് പറയാനാ? ഓൻ ആദ്യം അങ്ങനെ തന്നെ. എൻ്റെ മലയോറുള്ളന്നേ എൻ്റെ കുട്ടി കുറേ സഹിച്ചിക്കണ്. ഓള് സഹിക്കാൻ കാരണം ഇവളല്ലേ? അപ്പം പഠിച്ചോൻ ദുനിയാവ് തന്നെ കൊടുക്കും. അതാണ് കിട്ടണത്. ദുനിയാവെന്ന് ശിക്ഷ കിട്ടുകയാണ്, വേറൊന്നുമല്ല. ഉമ്മ, പഠിച്ചോൻ എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അറിയാതെ തെറ്റുകൾ വന്നു പോയിരിക്കും മോനെ. എന്തറിയാതെ? ഒരു വട്ടം 2 വട്ടം അത് എത്ര പ്രാവശ്യമായി? നന്നാവണ്ടല്ലോ, എപ്പോഴും നന്നായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഓൻ കരുതി കൂട്ടിയതിനായിട്ട് നിൽക്കുകയാണ്. പഠിച്ചോനെ, ഇങ്ങനത്തെ മക്കളെ ഒന്നും ആർക്കും കൊടുക്കല്ലേ. ഉമ്മ, നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? നിങ്ങൾ ഇക്കാക്കാനെ എതിരായിക്കൊണ്ട് ഒരിക്കലും പ്രാർത്ഥിക്കില്ലേ? ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇക്കാക്കയ്ക്ക് എതിരായിക്കൊണ്ട് പ്രാർത്ഥിക്കരുത്, നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴും ഷമ്മാസിൻ്റെ ഉപദേശം അതായിരുന്നു. ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ എനിക്ക് അള്ളാഹു ഇങ്ങനത്തെ ഒരു മോനെ നീ നൽകിയിരിക്കണല്ലോ. ഒക്കെ എൻ്റെ വയറ്റിൽ പറഞ്ഞതാണല്ലോ 3 ആളും.
3 ആണുങ്ങളും ഒരു പെണ്ണും 4 ആളും അങ്ങനെയാണ്. പലർക്കും പല സ്വഭാവമാണ്. പഠിച്ചോനെ, എൻ്റെ ഈ കുട്ടിൻ്റെ സ്വഭാവമെങ്കിലും മരിക്കോളം ഇങ്ങനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടല്ല ഉമ്മ പഠിച്ചവനോട് പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫൈസൽ ഇറങ്ങി വരും. അവൻ എന്തൊക്കെയാണ് പറയാനുണ്ടെന്നാവോ. എന്തൊക്കെയായാലും രണ്ടും കൂടി അവിടെ എവിടേക്കോ റൂം എടുത്ത് പോയാൽ മതിയായിരുന്നു. ഇവിടെ നിന്നിട്ട് ഒരു സുഖം സ്വസ്ഥത ഇല്ലെങ്കിൽ പിന്നെന്താ, രണ്ടാളും കണക്കന്നെ. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യാം? ഉമ്മ ഹൃദയം വിട്ട് ദുആ ചെയ്തു.